നമസ്കാരം. വ്യക്തിയുടേതായാലും പ്രസ്ഥാനത്തിൻ്റേതായാലും പലപ്പോഴും വിജയത്തിൻ്റെ ആധാരമെന്ന് പറയപ്പെടുന്നത് നിലപാടുകളിലുണ്ടാകുന്ന ഒരു സത്യസന്ധതയാണ്. ആ സത്യസന്ധതയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. അല്ലാതെ കേവലമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കുത്തിത്തിരിപ്പ് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളെ പ്രകോപിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തുന്ന ഇടത് സംഘടനകൾ നടത്തുന്ന തിരഞ്ഞെടുപ്പ് വിജയങ്ങളുണ്ടല്ലോ, തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവയല്ല. പകരം സാവധാനമായാലും വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. അത് നടപ്പിലാക്കാൻ കഴിയുന്നത് സംഘപരിവാർ സംഘടനകളാണ് എന്നും അത്തരത്തിൽ സംഘപരിവാർ സ്വീകരിക്കുന്ന നടപടികൾ അത്തരത്തിലുണ്ടാകുന്നത് പലപ്പോഴും ആ തീരുമാനങ്ങൾ സാവധാനം ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി എന്നത് ഉതകുന്ന തരത്തിലുള്ള സംഘപരിവാറിൻ്റെ ചില തീരുമാനങ്ങൾ പലപ്പോഴും ഒരു ഉദാഹരണമാണ്, ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് എന്ന് നമുക്ക് വിളിച്ചു പറയേണ്ടി വരും. കാരണം നാം വിളിച്ച മുദ്രാവാക്യം പാഴാകാതെ ഇരിക്കുക എന്നത് എപ്പോഴും എല്ലാ പൊതുപ്രവർത്തകർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല എന്ന് പറയട്ടെ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള പാർട്ടികൾ ഏതാണോ ആ പാർട്ടികളോടൊപ്പം ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങളുണ്ടാകും, അവർ ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. നുണ പറഞ്ഞ് പൊളി പറഞ്ഞ് ജനങ്ങളെ എത്ര കാലം പറ്റിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇടത് വലത് മുന്നണികൾ പലപ്പോഴും കാണിച്ചിട്ടുള്ളത് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. അക്കാര്യത്തിൽ സംഘപരിവാർ പ്രവർത്തകർക്ക് വേണമെങ്കിൽ സുഹൃതികളാണ് എന്ന് പറയാൻ കഴിയും. കാരണം അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഇന്ന് ഈ ജീവിതകാലത്തിനിടെ യാഥാർത്ഥ്യമാകുന്നത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഭാഗ്യമായി അതിനെ കാണാൻ കഴിയുന്നത്? അങ്ങനെ ഒരു സൗഭാഗ്യം എപ്പോഴെങ്കിലും മറ്റുള്ള പാർട്ടിക്കാർക്ക്, അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരൊരിക്കലും പറയുന്നത് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അവരെപ്പോഴും കുറേ ഉട്ടോപ്യൻ മുദ്രാവാക്യം വിളിച്ച് ചില പാവങ്ങളുടെ ജീവിതത്തിനെ തല്ലിക്കെടുത്തു, അല്ലെങ്കിൽ ചില പാവങ്ങളുടെ ജീവിതം തുലയ്ക്കാമെന്ന് മാത്രമാണ് അവരെ കൊണ്ട് കഴിയൂ. ഇവിടെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടുകൂടി എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാമായി എന്ന് കരുതുന്നില്ല BJPയും RSSും. അങ്ങനെ കരുതരുത്. കാരണം ദേവനിൽ നിന്ന് നമ്മൾ ദേശത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് രാമനിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് ഉയരണമെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമല്ലോ. കാരണം രാമനിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് എന്ന് ഉയരണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. അദ്ദേഹം അത്തരത്തിലൊരു ആഹ്വാനം ചെയ്തിരുന്നു, രാമനിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് എന്നുള്ളത്. ആ ആഹ്വാനം ഓരോരുത്തരും പിന്തുടരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 35 വർഷത്തിലധികമായി ഒരു സ്വപ്നമായി കരുതിയിരുന്നത് യാഥാർത്ഥ്യമായ നിമിഷമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളെന്ന് ഈ രാഷ്ട്രത്തിൻ്റെ പരമമായിട്ടുള്ളൊരു വൈഭവം എന്ന് പറയപ്പെടുന്നത്, ആ വൈഭവം ആവണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് ആരാധ്യദേവതയും രാഷ്ട്രദേവതയും ഒക്കെ അവർ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത തരത്തിൽ ലോകത്തിലെ തന്നെ ഏക ജനതയാണ് ഇന്ത്യക്കാരെന്നും നമ്മൾ ഭാരതീയർ എന്നുള്ളത് മറന്നു പോകരുതെന്നും രാമൻ ഹിന്ദു ദൈവം എന്നതിലുപരി ഒരു രാഷ്ട്രപുരുഷനാവുന്ന ഒരു വികാരം, അത്തരത്തിലൊരു വികാരം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ അന്തംകമ്മികൾക്ക് അല്ലെങ്കിൽ ഈ സഖാക്കൾക്ക് ഇന്നും പലപ്പോഴും രോദനവുമായിട്ട് സമൂഹ മാധ്യമങ്ങളുടെ പേജുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കരഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നത് അന്തംകമ്മികൾക്ക്. കാരണം ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുന്നില്ല, പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല, പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിലുള്ള പ്രസ്ഥാനമായി അന്തംകമ്മികൾ മാറുന്നു, സഖാക്കളുടെ പാർട്ടി മാറുന്നു എന്നുള്ളതാണ്. അവരോട് പറയുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് കൂടി പറഞ്ഞു വെക്കട്ടെ. ആദ്യം ചെയ്യേണ്ടത് ഇത്രമാത്രം: ആദ്യം ഈ രാഷ്ട്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഈ രാഷ്ട്രത്തെക്കുറിച്ച് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയം പയറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ രാഷ്ട്രീയം പയറ്റുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യ എന്തെന്നറിയാൻ കഴിയൂ, അവിടെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിലനിൽപ്പ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെ ഒരു നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക തന്നെ വേണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തെരുവുകളിലൂടെ നിലവിളി ശബ്ദവുമായി അലയേണ്ടി വരും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇങ്ങനെ കുറച്ചു കാലം കൂടി ഇങ്ങനെ ജനങ്ങളെ പറ്റി എത്ര വർഷം കൂടി ഇങ്ങനെ അന്തംകമ്മികൾക്ക് മുന്നോട്ട് പോകാം, സഖാക്കൾക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഈ ചെങ്കൊടിയുടെ പാറിക്കാമെന്ന് ചോദിച്ചാൽ ഏറി വന്നാൽ ഒരു 10 വർഷം കൂടി എന്ന് പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൂടി പറയട്ടെ. അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ: ജയ് ശ്രീറാം എന്ന് ഇപ്പോഴേ നിങ്ങൾ പറഞ്ഞു തുടങ്ങുക, അല്ലെങ്കിൽ പറഞ്ഞു ശീലിക്കുക. കാരണം അങ്ങനെ വന്നാൽ ഈ 10 വർഷ കാലാവധി ചിലപ്പോൾ നീട്ടിക്കിട്ടിയേക്കും എന്ന് പറയാൻ കഴിയാതിരിക്കും. കാരണം ഇതിന് കൂടുതൽ കാലം കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് നടന്നേക്കാം, കൂടുതൽ കാലം കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ എത്ര കാലം ഇങ്ങനെ ജനങ്ങൾ പറ്റിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും? ഇനി ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാലഘട്ടം അസ്തമിക്കാറായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സഖാക്കളെ, നിർത്തുക.
വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലെത്തി അവരെ പറ്റിച്ച് നിങ്ങളുടെ കീശ വീർപ്പിക്കുന്ന ഈ തന്ത്രമുണ്ടല്ലോ, വോട്ട് രാഷ്ട്രീയം, അതിവിടെ നിർത്തുക. എന്നിട്ട് രാമക്ഷേത്ര നിർമ്മാണം ഞങ്ങൾ പറഞ്ഞത് എന്ന് പറയപ്പെടുന്ന BJP-കാരൻ്റെ സ്വത്വബോധത്തെയല്ല, അല്ലെങ്കിൽ RSS-കാരൻ്റെ ചിന്താഗതിയെയല്ല നിങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ടത്. പകരം അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാകുന്നുണ്ടോ എന്ന് മാത്രം കരുതുക. പുതിയ പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ മേഖലകളിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ, ഒപ്പം തന്നെ വ്യാവസായിക വിപ്ലവം അടക്കമുള്ളവ ഇന്ത്യയിൽ സൃഷ്ടിക്കാനായി ഒരു പ്രധാനമന്ത്രിയും ആ മന്ത്രിസഭയും തയ്യാറാകുമ്പോൾ അതിന് കൂട്ടുനിൽക്കുക. അവരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാൻ കഴിഞ്ഞാൽ അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുക. പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഈ പറയുന്ന വിമർശനങ്ങളുമൊക്കെ നല്ലതാണ്. അത് നല്ലത് ചെയ്യുമ്പോൾ, നല്ല പാർട്ടിക്കാർ ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാതെ ചെയ്യുന്നതെന്തിനേയും എതിർക്കുന്ന ഒരു സമീപനമുണ്ടല്ലോ, ഇന്ന് എതിർക്കുകയും നാളെ അതിനെ സ്വായത്തമാക്കുകയും ചെയ്യുന്ന പഴയ ഉട്ടോപ്യൻ കമ്മ്യൂണിസ്റ്റ് രീതി, ആ ഉട്ടോപ്യൻ കമ്മ്യൂണിസ്റ്റ് രീതി നിങ്ങൾ പൊതിഞ്ഞ് നിങ്ങളുടെ കീശയിൽ തന്നെ വയ്ക്കുക. കാരണം ജനങ്ങളെ പറ്റിച്ചത് മതി, ഇനി നിർത്തുക. ഇല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ കല്ലെറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.